പി ജയരാജൻ ശരീരം കൊണ്ടും ജീവൻ കൊണ്ടും സംഘപരിവാറിനെതിരെ പോരാടിയ നേതാവെന്ന CPM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ. കേരളം പിടിക്കാൻ സംഘപരിവാർ നടത്തുന്ന ഗൂഢനീക്കങ്ങളെ തുറന്നുകാട്ടുന്നതാണ് പി ജയരാജൻ രചിച്ച സനാതനികളുടെ ഹിന്ദുത്വ വഴികളെന്ന പുസ്തകമെന്നും പിണറായി വിജയൻ പറഞ്ഞു. കണ്ണൂരിൽ പി ജയരാജന്റെ പുസ്തകം പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പിണറായി. ആശയപരവും പ്രായോഗികവുമായ മതനിരപേക്ഷത ഉയർത്തിപ്പിടിച്ചാണ് നൂറ്റാണ്ടിലധികം പി ജയരാജൻ പൊതുജീവിതം നയിച്ചതെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ പറഞ്ഞു. ശരീരം കൊണ്ടും ജീവൻ കൊണ്ടും സംഘപരിവാറിനെതിരെയും മറ്റ് വർഗീയതയ്ക്കെതിരെയും പോരാടിയ ചരിത്രമാണ് പി ജയരാജനുണ്ടായത്. നമുക്കെല്ലാവർക്കും അറിയാം, ജയരാജൻ്റെ പൊതുജീവിതം നൂറ്റാണ്ടിലധികമായി തുടരുന്നതാണ്. ആ പൊതുജീവിതം പ്രധാനമായും അടയാളപ്പെടുത്തുന്നത് തൊഴിലാളി വർഗ രാഷ്ട്രീയ പ്രവർത്തനവും അതിൻ്റെ ഭാഗമായി അദ്ദേഹം നടത്തിയ ആശയപരവും പ്രായോഗികവുമായ വർഗീയ വിരുദ്ധ മതനിരപേക്ഷ പ്രവർത്തനങ്ങളും കൊണ്ടാണ്. ഇപ്പറഞ്ഞ തലങ്ങളിൽ മാത്രമല്ല, നേരത്തെ പ്രകാശൻ മാസ്റ്റർ എടുത്ത് പറഞ്ഞതുപോലെ സ്വന്തം ശരീരം കൊണ്ടും ജീവൻ കൊണ്ടും കൂടി സംഘപരിവാറിനെതിരെ, എല്ലാ വർഗീയ ശക്തികൾക്കുമെതിരെ പൊരുതി നിന്ന ചരിത്രമാണ് ജയരാജനുള്ളത്. നടക്കാനിരിക്കുന്ന വർഗീയവിരുദ്ധ പോരാട്ടത്തിന് സഹായകമാകുന്നതാണ് പി ജയരാജൻ രചിച്ച സനാതനികളുടെ ഹിന്ദുത്വ വഴികൾ എന്ന പുസ്തകമെന്നും പിണറായി വിജയൻ പറഞ്ഞു. കേരളം പിടിക്കാൻ സംഘപരിവാർ നടത്തുന്ന ഗൂഢനീക്കങ്ങളെ തുറന്നുകാട്ടുന്നതാണ് പുസ്തകത്തിലെ ആദ്യ ഭാഗം. പുസ്തകരചനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലേക്ക് പോയപ്പോൾ സംഘപരിവാർ വിവാദമുണ്ടാക്കിയതും ചേർത്ത് വായിക്കണമെന്നും പിണറായി വിജയൻ പറഞ്ഞു. ഗ്രാൻഡ് ഡിസൈൻ എന്ന ആദ്യ അധ്യായം കഴിഞ്ഞ നൂറ്റാണ്ടിലേറെയായി സംഘപരിവാർ ശക്തികൾ കേരളം പിടിക്കാൻ ആവിഷ്കരിച്ചു പോരുന്ന ഗൂഢപദ്ധതികൾ തുറന്നു കാട്ടുന്നുണ്ട്. ഗ്രാൻഡ് ഡിസൈൻ എന്ന പേര് തന്നെ AK ആൻ്റണി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ശിവഗിരിയിൽ നടന്ന പോലീസ് തേർവാഴ്ചയെ ഓർമ്മിപ്പിക്കും. അന്ന് ആ സംഭവത്തെ കേരളകൗമുദി പത്രാധിപർ MS മണി വിശേഷിപ്പിച്ചത് ആ വാക്കുകൊണ്ടാണ്. ആ ഘട്ടത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് സംഘപരിവാർ പല ഘട്ടങ്ങളിൽ ചെയ്ത കാര്യങ്ങൾ ജയരാജൻ ഇതിൽ പ്രതിപാദിക്കുന്നുണ്ട്. CPM ജില്ലാ സെക്രട്ടറി KK രാഗേഷ് അധ്യക്ഷത വഹിച്ചു. ശിവഗിരി ധർമ്മസംഘം ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ശുഭാംഗാനന്ദ പുസ്തകം ഏറ്റുവാങ്ങി. M പ്രകാശൻ, AN ഷംസീർ, TV രാജേഷ്, കടന്നപ്പള്ളി രാമചന്ദ്രൻ, KT കുഞ്ഞിക്കണ്ണൻ, P ശശി, PV ഗോപിനാഥ്, MLA മാരായ KV സുമേഷ്, കാരായി രാജൻ, M വിജൻ, VK സനോജ്, ചരിത്രകാരൻ ഡോക്ടർ വിപിൻ പോൾ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.